പത്തനംതിട്ടയിൽ ഗ്രാമപഞ്ചായത്തുകളിൽ യു ഡി എഫിന് മേൽക്കൈ. നിലവിൽ തോറ്റു 90 വാർഡുകളിൽ യു ഡി എഫും 69 വാർഡുകളിൽ എൽ ഡി എഫുമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അതേസമയം ജില്ലാ പഞ്ചായത്തിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് ലീഡ് ചെയ്യുകയാണ്. 8 ഡിവിഷനുകളിൽ എൽ ഡി എഫും 6 ഡിവിഷനുകളിൽ യു ഡി എഫുമാണുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിൽ എൻ ഡി എക്ക് വലിയ പ്രതീക്ഷയുള്ള സ്ഥലം തന്നെയാണ് ചെങ്ങന്നൂർ. മുനിസിപ്പൽ വാർഡുകളിൽ 14 എൽ ഡി എഫ് ലീഡ് ചെയ്യുമ്പോൾ 21 യു ഡി എഫ് ആണ്. അങ്ങനെ പത്തനംതിട്ടയെ സംബന്ധിച്ച് പത്തനംതിട്ട പഴയ യു ഡി എഫ് പ്രതാപകാലത്തേക്ക് മടങ്ങി പോവുകയാണോ? 3-3 അല്ലെ? പത്തനംതിട്ട നഗരസഭയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 3-3, എൻ ഡി എ 3, യു ഡി എഫ് 1, എൽ ഡി എഫ് 1. അതും കൗതുകരമായ കണക്കാണ്. തീർച്ചയായിട്ടും പത്തനംതിട്ട നഗരസഭയിൽ നോക്കൂ, പത്തനംതിട്ട നഗരസഭയിൽ 3 യു ഡി എഫ് ലീഡ് ചെയ്യുമ്പോൾ എൻ ഡി എ 3 ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫിന്റെ ലീഡ് 1 സീറ്റിൽ മാത്രമാണ് പത്തനംതിട്ട നഗരസഭയിൽ. അതിനകത്തൊരു കാര്യം വരുത്താണ്. പത്തനംതിട്ട നഗരസഭയിലെ പത്തനംതിട്ടയിലെ പന്തളം മുനിസിപ്പാലിറ്റിയിൽ നേരത്തെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തെ 2 മുനിസിപ്പാലിറ്റികൾ, ഒന്ന് പാലക്കാടും പന്തളവും. അതിൽ പന്തളത്തെ ചിത്രമാണിത്. അവിടെ യു ഡി എഫ് നേട്ടമുണ്ടാക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കുന്നുണ്ട്. 3-3 എന്താണ് ഇപ്പോഴത്തെ കണക്ക്. 3 എൻ ഡി എയും 3 യു ഡി എഫും 1 എൽ ഡി എഫും പന്തളം നഗരസഭയിൽ ലീഡ് ചെയ്യുന്നു. അഭിലാൽ ഇപ്പോഴും ജില്ലാ പഞ്ചായത്തിലേക്ക് എൽ ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. പക്ഷേ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും യു ഡി എഫ് അവരുടെ ഒരു മേൽക്കൈ നിലനിർത്തുന്നുണ്ടല്ലോ. എന്താണ് സാഹചര്യം? VIP കാൻഡിഡേറ്റ്സുകളായി പരിഗണിക്കപ്പെട്ടിരുന്നവരിൽ ഏറ്റവും പ്രമുഖരായിരുന്നു ആറന്മുള മുൻ MLA KC രാജഗോപാലൻ. മെഴുവേലി ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച KC രാജഗോപാലൻ 28 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. പത്തനംതിട്ട നഗരസഭയിൽ മുൻപ് അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്ന ദമ്പതിമാർ 2 പേരും യു ഡി എഫിന്റെ പ്രതികളായി ഇക്കുറി മത്സരിച്ചിരുന്നു. അഡ്വക്കേറ്റ് A സുരേഷ് കുമാറും ഭാര്യ ഗീത സുരേഷും ഇരുവരും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊരാൾ ഈ സമീപകാലത്ത് വിവാദത്തിൽ ആയ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരാളായ ഫെന്നി നയനാൻ അടൂർ നഗരസഭയിലെ പോത്രാട് വാർഡിൽ പരാജയപ്പെട്ടിരിക്കുന്നു. സിറ്റിംഗ് സീറ്റ് BJPയുടേതായിരുന്നു. ആ സീറ്റ് പ്രമോദ് എന്ന ആൾ വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഫെന്നി നയനാൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഫെന്നിക്ക് UDF സീറ്റ് നൽകിയത് പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകനായ ഒരാൾ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഉണ്ടായത്. ചുരുക്കത്തിൽ ഫെന്നിയുടെ പരാജയം നേരത്തെ തന്നെ പാർട്ടിയും അതോടൊപ്പം തന്നെ ഫെന്നിയും ഏറെക്കുറെ അനുമാനിച്ചിരുന്നതുമാണ്. കോഴിക്കോട് സർപ്രൈസിംഗ് ആയ എന്ന നിലയ്ക്കാണ് നിലവിലുള്ള ലീഡ് നില. പത്തനംതിട്ടയിൽ UDFന് 11, LDFന് 5.